feels like sunlight spilling through the blinds. I don't know if I'll reach it, maybe I won't mind. I keep returning traces. Hey guys, welcome back to my channel. I hope you're doing absolutely fine. വെൽക്കം ബാക്ക് ടു ദ നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് തവാങ് സീരീസ്. ഇന്നലെ പറഞ്ഞ താക്കോലിൻ്റെ പ്രശ്നം സോൾവായി. അത് സോൾവായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ആ ഹോട്ടലിൽ 3-4 ഫാമിലീസ് വന്നു, ഒരുമിച്ച് വന്നു. വലിയൊരു ട്രാവലർ വണ്ടിയിൽ വന്നിട്ട് അവർ സ്റ്റേ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ അവരോട് 3-4 റൂമിനോടും ഇതേ താക്കോൽ തരാൻ പറ്റില്ല പറഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കളഞ്ഞിട്ട് പോകും. അപ്പോൾ അത്രയും ബിസിനസ് നഷ്ടപ്പെടും. അവർക്കെല്ലാം താക്കോൽ കൊടുത്തപ്പോൾ ഞാനും അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞാനും ചോദിച്ചു വാങ്ങിച്ചു. സോ വി ആർ ഓൾ സോർട്ടഡ് നൗ. ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ DC ഓഫീസിൽ പെർമിറ്റ് എടുക്കുക, എന്നിട്ട് ഇവിടെ തവാങ്ങിനടുത്ത് തന്നെയുള്ള പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അയൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജുണ്ട്, അത് നല്ല ഭംഗിയാണെന്ന് കേട്ടു. അപ്പോൾ അതൊന്ന് പോയി എക്സ്പ്ലോർ ചെയ്യണം. സെലാപാസിൽ നിന്ന് വന്നുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. വഴി തെറ്റിയോ? വഴി തെറ്റി ഗൈസ്, തിരിച്ചാണെന്ന് തോന്നുന്നു. വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ മീറ്ററിൽ 19 ഡിഗ്രിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു 10 ഡിഗ്രിയൊക്കെ പ്രതീക്ഷിക്കാം ഇപ്പോൾ തവാങ് ജംഗ്ഷനിലെ ടെമ്പറേച്ചർ. ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ എത്തി, DC ഓഫീസിലെത്തി. വലിയ പരിപാടിയൊന്നുമില്ല. RC കോപ്പി, ഇൻഷുറൻസിൻ്റെ കോപ്പി, ആധാറിൻ്റെ കോപ്പി, പിന്നെ ILP ഉണ്ടല്ലോ, ഇന്നർ ലൈൻ പെർമിറ്റ്, അതിൻ്റെ കോപ്പി. ഇത്രയും ഈ 2 കോപ്പി വെച്ച് എടുക്കണം. ഈ 2 കോപ്പി എടുത്തിട്ട് ഇവിടെ ശരിസ്തദാർ എന്ന് പറഞ്ഞൊരു ഓഫീസർ ഇരിപ്പുണ്ട്, കുഞ്ചോ എന്നാണ് ആളുടെ പേര്. 2 സെറ്റ് കോപ്പിയാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. ഒരു സെറ്റ് കോപ്പിയിൽ ഒരു അഡീഷണൽ പേപ്പറും കൂടെ ചേർത്തിട്ട് നമ്മൾ വാർ മെമ്മോറിയലിൽ പോകണം. വാർ മെമ്മോറിയലിൽ ഒരു വൈകുന്നേരം 5-ന് മുന്നേ പോയി കഴിഞ്ഞാൽ നാളെ നമുക്ക് പോകാനുള്ള പെർമിറ്റ് വെളുപ്പിന് 5 മണിക്ക് വാർ മെമ്മോറിയലിൽ വീണ്ടും പോകുമ്പോൾ അവർ തരും. ഇന്ന് വൈകുന്നേരം ഇവിടുന്ന് കിട്ടിയ ഡോക്യുമെൻറ്റ്സ് കൊണ്ട് വാർ മെമ്മോറിയലിൽ പോവുക. വാർ മെമ്മോറിയലിൽ അവരൊരു ടോക്കൺ നമ്പർ ഇഷ്യൂ ചെയ്യും. ആ ടോക്കൺ നമ്പർ പ്രകാരം നമ്മൾ നാളെ രാവിലെ വാർ മെമ്മോറിയലിൽ വീണ്ടും പോകുമ്പോൾ ബുംല പാസിലേക്ക് പോകാനുള്ള പെർമിറ്റ് കിട്ടും. സിമ്പിൾ പ്രൊസീജിയർ. അത്രയും ഹൈ റിസ്ക് ഏരിയ ആയതുകൊണ്ടായിരിക്കണം അവർ ഇത്രയും ഇത് ചെയ്യുന്നത്. കുറേ പേര് ഇതിൻ്റെ ബുദ്ധിമുട്ട് കാരണം പാതിക്ക് നിർത്തിയിട്ട് പോകുന്നതുകൊണ്ട് അത്രയും ട്രാഫിക്ക് കുറയുമല്ലോ. പിന്നെ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അറേഞ്ച്ഡ് ട്രിപ്പാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ എല്ലാം റെഡിയാക്കി തരും. എന്നാലും നമുക്കിനി എന്തായാലും കറങ്ങിയിട്ട് വരാം. വൈകുന്നേരം കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് വാർ മെമ്മോറിയലിൽ. കാരണം ഇപ്പോൾ ഓഫീസേഴ്സ് എല്ലാം ഫീൽഡ് ഡ്യൂട്ടിയിലായിരിക്കും. അപ്പോൾ നമുക്ക് കാണാം. സോ ഗൈസ്, അവർ റൈഡ് ഫോർ ദ ഡേ ഹാസ് ഒഫീഷ്യലി സ്റ്റാർട്ടഡ്. നമ്മൾ പോകുന്നത് അയൺ ബ്രിഡ്ജ് എന്നും പൊതുവേ പറയും ഇംഗ്ലീഷിൽ. ഇവിടെ ലോക്കൽസ് പറയുന്ന ഹാങ്സൗ ബ്രിഡ്ജ്. റൈഡെന്ന് പറയാൻ പറ്റില്ല, ഒരു ജസ്റ്റ് ഒരു 26 കിലോമീറ്ററേ ഉള്ളൂ. തവാങ്ങിന് ഇൻ ആൻഡ് അറൗണ്ട് പ്ലേസ് വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഈ ബ്രിഡ്ജാണ്. പിന്നെ ലമിത്താങ് വില്ലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബുംല പോകുന്നുണ്ടെങ്കിൽ തലേ ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തേ പറ്റൂ. കാരണം ഈ പാസിൻ്റെ ചടങ്ങുള്ളതുകൊണ്ട് ഒരു ദിവസം എങ്ങനെ ആയാലും പോകും. വിച്ച് ഇസ് എ ഗുഡ് തിങ്, ബിക്കോസ് നിങ്ങൾക്ക് ഇവിടെ അക്ലമറ്റൈസ് ആവാം. ഇപ്പം തവാങ്ങുള്ളത് ഒരു 10,000 ഫീറ്റിലാണ്. അപ്പോൾ നാളെ നിങ്ങൾ ബുംലയ്ക്ക് പോകുമ്പോൾ 15,600 ഫീറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ചേഞ്ച് ഇൻ ഹൈറ്റ് വലുതായിട്ടില്ല, ഒരു 5,600 ഡിഫറൻസേ ഉള്ളൂ. നേരെ മറിച്ച് ഇന്നലെ നമ്മൾ ചെയ്തില്ലേ, ഇന്നലത്തെ എപ്പിസോഡ് കാണാത്തവർ കാണുക. നമ്മൾ ദിരാങ്ങിൽ നിന്ന് നേരെ സെലാപാസ് ഹൈറ്റിലേക്കാണ് പോയത്. ദിരാങ് ജസ്റ്റ് ഐ തിങ്ക് 800 ഫീറ്റ് 1000 ഫീറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. അവിടുന്ന് നേരെ 13,700 ഫീറ്റ് ഒറ്റയടിക്കാണ് കയറിയത്, വിത്തിൻ എ സ്പാൻ ഓഫ് ലൈക്ക് 2 or 3 hours. അതുകൊണ്ടാണ് ഇന്നലെ ആ ഡിസിനെസ് ഒക്കെ ഫീൽ ചെയ്തത്. ഇന്നലത്തെ വ്ളോഗ് കണ്ടാൽ അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇറ്റ് ഈസ് എ ഗുഡ് തിങ് ദാറ്റ് ദേ മെയ്ഡ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ 1 day ഡിലേ വെച്ചത്. പറയാൻ വിട്ടൊരു കാര്യമുണ്ട്, ബുംല പാസ് പോകണമെങ്കിൽ പെർമിറ്റ് അപ്ലൈ ചെയ്യാൻ വണ്ടിയുടെ RC ഇൻഷുറൻസ് ഒക്കെ വേണമല്ലോ. അപ്പോൾ നമ്മൾ വണ്ടി വാടകയ്ക്കാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഡീലറിൻ്റെ കയ്യിൽ നിന്ന് മറക്കാണ്ട് RC കോപ്പി, ഇൻഷുറൻസ്, PUC പാസ് എടുക്കാൻ വേണ്ട, എന്നാലും കയ്യിൽ വെച്ചോ. എന്തെങ്കിലും ചെക്കിങ് ഉണ്ടെങ്കിൽ കാണിക്കണ്ടേ. RC, ഇൻഷുറൻസ്, PUC വാങ്ങിച്ച് വെക്കുക. സോഫ്റ്റ് കോപ്പി മതി, വാട്സാപ്പിൽ ഫോട്ടോ വാങ്ങിച്ച് വെച്ചാൽ മതി. ഇവിടെയും ഫോട്ടോ കഫേയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ വെച്ചിട്ട് അവർ പ്രിൻ്റ് എടുക്കുന്നത്. അവരും അതാണ് പ്രിഫർ ചെയ്യുന്നത്. ഹാർഡ് കോപ്പി കൊണ്ടുവരണമെന്നില്ല, സോഫ്റ്റ് കോപ്പി വെച്ചിരുന്നാൽ മതി. അപ്പോൾ അത് മറക്കാണ്ട് ചോദിച്ച് വാങ്ങുക. പിന്നെ അത് വാങ്ങുമ്പോൾ തന്നെ അതെല്ലാം വാലിഡ് ആണോ എന്ന് നോക്കുക. ഇൻഷുറൻസ് എക്സ്പയർ ആയോ, RC ഒക്കെ വാലിഡ് ആണോ, PUCയും ഡേറ്റ് ഉള്ളതാണോ. ചുമ്മാ വാങ്ങിച്ചുകൊണ്ട് വരരുത്, എല്ലാം അവിടെ വെച്ച് തന്നെ നോക്കി കണ്ടൊക്കെ വാങ്ങുക. റെൻ്റൽ ബൈക്ക് എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കണം. മെക്കാനിക്കൽ സൈഡ് മാത്രമല്ല, ഡോക്യുമെൻറ്റ്സ് നോക്കണം. കാരണം ബുംല പാസ് പോയില്ലെങ്കിലും ഇങ്ങനെ പോകുമ്പോൾ വല്ല പോലീസ് ചെക്കിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ
ഡോക്യുമെൻറ്റ്സ് കാണിക്കണ്ടേ, അപ്പോൾ അവിടെ പെടും. Girl, I see that you want it, driving me crazy with that fire in your eyes. Oh, but I try to ignore it. Part of me wants to see you read between the lines. വെൽക്കം ടു ചക്സം ബ്രിഡ്ജ്, വേ ടു ചക്സം ബ്രിഡ്ജ്. Morning comes with the early summer light. Curtains sway 400 വർഷം പഴക്കമുള്ള പാലാട്ടോ. ഇടയ്ക്കൊരു ഇന്തോ ചൈനീസ് വാർ ഉണ്ടായി 1962-ൽ. ആ വാറില് ഇവിടെ കുറെ ആക്രമണമൊക്കെ ഉണ്ടായി. എന്നിട്ട് പോലും തകരാതെ നിൽക്കുന്ന ബ്രിഡ്ജാണ്, അയൺ ബ്രിഡ്ജ്, ചക്സു ബ്രിഡ്ജ്. അതിൽ ചക്സു എന്ന് പറയുന്ന അയണാണ്. Can you believe it? 400 years old and it's still standing strong in spite of the 1962 Indo-China War. To hear you breathe ഇവിടുന്നുള്ള വ്യൂ ഉണ്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. തൊട്ടപ്പുറത്തൊരു പാലമുണ്ട്, അതൊരു നോർമൽ മാൻമെയ്ഡ് പാലമാണ്. പക്ഷെ ഇതാണ് ചക്സം ബ്രിഡ്ജ്. ചക്സം ബ്രിഡ്ജ് ഒരു രക്ഷയില്ലാത്ത ബ്രിഡ്ജ് കേട്ടോ. ഇത്ര നാളത് പിടിച്ചു നിൽക്കുക. അന്നത്തെ കുറച്ച് മോങ്സ് ഇല്ലേ, അവരൊക്കെ വന്നിട്ട് പറഞ്ഞു ഒരു ജോയിൻ്റ് ഒന്നും ഇല്ലാത്ത ബ്രിഡ്ജാണ്, കണ്ടിന്യൂസ് ഫോർജ് ചെയ്തെടുത്ത ബ്രിഡ്ജാണ്, ഒറ്റ സിംഗിൾ പീസായിട്ട്. അതുകൊണ്ടാണ് അത് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ തിരിച്ചറിഞ്ഞതോടുകൂടി ആൾക്കാർ വരാൻ തുടങ്ങി. അതായത് മീൻസ് ടൂറിസ്റ്റ് അല്ല, ആൾക്കാർ മോഷ്ടിക്കാൻ വരാൻ തുടങ്ങി അതിൻ്റെ ഓരോ പാർട്സ്. അങ്ങനെ അതിൻ്റെ കുറച്ച് ഡാമേജ്ഡ് ഏരിയാസൊക്കെ പുള്ളിക്കാരൻ കാണിച്ചു തന്നായിരുന്നു. ഒന്നുമില്ല, അതുപോലും നേരെ ചൊവ്വേ കാണാൻ പറ്റില്ല, ഡാമേജ് ഒന്നും പറയാനേ പറ്റില്ല, അത്രയും സ്ട്രോങ് സാധനമാണത്. അപ്പോൾ പക്ഷേ പുള്ളി ഇതിങ്ങനെ കളവ് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ പേടി വന്നു. ഞാൻ ഈ ബാഗ് ഇവിടെ വെച്ചിട്ടാണ് വന്നത്. ഈ ടാങ്ക് ബാഗും ഫോണും കാര്യങ്ങളൊക്കെ എടുത്ത് ക്യാമറയൊക്കെ എടുത്തിട്ടേ താഴെ പോയുള്ളൂ. അപ്പോൾ ഇവിടെ കള്ളന്മാരുടെ ശല്യം ഉണ്ടെന്ന് അവർ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ ഒറ്റ ഓട്ടം ഓടി. കുഴപ്പമൊന്നുമില്ല, ബാഗ് ഇവിടെ തന്നെ ഉണ്ട്. മണി 1:30 ആയി കേട്ടോ നമ്മളിവിടെ വന്ന്. സമയം പോയതേ അറിഞ്ഞില്ല. ചക്സം ബ്രിഡ്ജിൽ 1:15 ഇനിയിപ്പോൾ നമുക്കൊന്നും കറങ്ങാൻ സമയമില്ല. ഫുഡ് കഴിക്കുക, വാർ മെമ്മോറിയലിൽ പോയി ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ ഉള്ള സമയമേ ഉള്ളൂ. നോക്കാം, അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ പോകാം. മൊണാസ്ട്രിയിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. 7 മണി വരെ മൊണാസ്ട്രി ഉണ്ട്, നോക്കാം. This is undisputedly one of the most beautiful roads I've ridden. കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞതാണെങ്കിലും നൈസ്.
ഐ എം ആബ്സല്യൂട്ട്ലി ഇൻ ലവ് വിത്ത് ദിസ് മോട്ടോർ സൈക്കിൾ മാൻ. ഐ മീൻ ഇതിൻ്റെ സസ്പെൻഷൻ, ഞാൻ എപ്പോഴും ഇതിൻ്റെ സസ്പെൻഷനെ പറ്റിയാണ് പറയുന്നത്, പക്ഷെ അത്രയ്ക്ക് നല്ലതായതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുണ്ടും കുഴിയും അറിയിക്കുന്നില്ല എന്ന് ഞാൻ പറയില്ല, അറിയിക്കും. പക്ഷെ ആ അറിയിക്കുന്ന രീതി ഉണ്ടല്ലോ, ഒരു കുഴി വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു കുഴിയുണ്ടേ, ഞാൻ ചെറുതായിട്ടൊന്ന് കയറ്റി ഇറക്കി വിടുവാണേ എന്ന് പറഞ്ഞ് സോഫ്റ്റായിട്ട് കൊണ്ട് ഇറക്കി വിടുന്ന പോലത്തെ ഒരു ഫീലാണ് കുഴി അറിയില്ല എന്നല്ല, കുഴി അറിയും, പക്ഷെ അറിയിക്കുന്ന ആ രീതി, ഓ മാൻ. ആ സസ്പെൻഷൻ്റെ ട്യൂണിങ്, അതിൽ എൻജിനീയറിങ് ആണ് ഇതിൻ്റെ ഒരു മികവെന്ന് പറയുന്നത്. പ്ലസ് ഇതിൻ്റെ ആ എൻജിനും കൊള്ളാം, ഷെയർപ 450 എൻജിൻ. അപ്പാർട്ട് ഫ്രം ദ ബസ് ദാറ്റ് യു ഗെറ്റ് അറ്റ് 90-100 km/h, ദി വെഹിക്കിൾ ഇസ് ആബ്സല്യൂട്ട്ലി സ്ട്രെസ് ഫ്രീ ബിലോ ദാറ്റ്. നമുക്ക് ആ ഒരു ട്രാക്റ്റബിലിറ്റി ഉണ്ടല്ലോ, 40, 60, 70 ആ സ്പീഡിലൊക്കെ നമ്മൾ കൈ കൊടുത്ത വണ്ടി പായും. പ്ലസ് ദി സസ്പെൻഷൻ മേക്സ് ദിസ് എ ബ്രില്യൻറ്റ് കോമ്പിനേഷൻ മാൻ ഫോർ എവറി റൈഡർ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ADV ലോങ്ങിൽ പോകുന്നത്, അഡ്വഞ്ചർ ബൈക്കിൽ ലോങ് പോകുന്നത്. വേറെ 390 അഡ്വഞ്ചറൊക്കെ ഓടിച്ചായിരുന്നു, പക്ഷേ അതിൻ്റെ സസ്പെൻഷൻ ഇത്രയും കൊള്ളത്തില്ല എന്നേ ഞാൻ പറയൂ. പക്ഷേ അത് വെയ്റ്റ്ലെസ് ആണ്, ഫ്ലിക്കബിലിറ്റി കൂടുതൽ, എങ്ങനെ ഫ്ലിക്ക് ചെയ്ത് പോവാം. ഇതിന് വെയിറ്റ് കൂടുതലായതുകൊണ്ട് അതിൻ്റെ അത്ര ഫ്ലിക്ക് ചെയ്യാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ മാനേജബിൾ. ഞാൻ ഇൻ്റർസെപ്റ്ററിൽ നിന്ന് വരുന്നതുകൊണ്ട് ഇൻ്റർസെപ്റ്ററിനെക്കാട്ടും 10 കിലോ കുറവാണ് ഇതിന്, അതുകൊണ്ട് ഇറ്റ്സ് മേക്സ് മീ ഫീൽ റൈറ്റ് അറ്റ് ഹോം വൈൽ ഹാൻഡ്ലിങ് ദ മോട്ടോർ സൈക്കിൾ. ഹൈറ്റ് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ഓടിച്ചു തുടങ്ങുമ്പോൾ ഒന്നും അറിയത്തില്ല. ഒറ്റൊരു ഇഷ്യൂ ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡാണ്. സൈഡ് സ്റ്റാൻഡ് ഒരുപാട് എന്താ പറയുക, വെളിയിലോട്ട് തള്ളിയിട്ടാണ്. അപ്പം എവിടെയെങ്കിലും നിർത്തുമ്പം വണ്ടി നല്ല ചരിഞ്ഞിട്ടായിരിക്കും നിൽക്കുക. അപ്പം നല്ല സ്ലോപ്പാണെങ്കിൽ വണ്ടി ടിപ്പ് ഓവർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒഫീഷ്യൽ ആക്സസറി വന്നിട്ടുണ്ട് റോയൽ എൻഫീൽഡിൽ നിന്ന് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്, അപ്പം അതും സെറ്റായി. എന്തുകൊണ്ടും ഒരു ഓൾറൗണ്ടർ മോട്ടോർ സൈക്കിൾ എന്ന് വേണേൽ പറയാം. ഇതിൻ്റെ ഹോണ് മാത്രം കൊള്ളത്തില്ല കേട്ടോ, ഒരുമാതിരി സ്കൂട്ടറിൻ്റെ ടൈപ്പ് ഹോണ്. ഇൻ്റർസെപ്റ്ററിൻ്റെ ഹോണ് പറിച്ചെടുത്ത് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ്. അതിൽ നല്ല അടിപൊളി ഹോണാണ്, ഡുവൽ ഹോൺ. ഇതൊരു സുഖമില്ല. അങ്ങനെ തിരിച്ച് തവാങ്ങെത്തി. ഇവിടെ ഫുങ്സ് കഫേ എന്ന് പറഞ്ഞൊരു കഫേയിലേക്കാണ് എത്തിയത്. ഇവിടെ കുറേ 2 ബൈക്കേഴ്സൊക്കെ വന്ന് ഇപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തിയതാണ്. ടെമ്പറേച്ചർ ഇപ്പം 11 ഡിഗ്രി ആയി. മുകളിലോട്ട് കയറിയപ്പോൾ ഓക്സിജൻ ലെവലും കുറഞ്ഞ് വന്നായിരുന്നു, വണ്ടിയുടെ പുള്ളിങ് കുറഞ്ഞായിരുന്നു, എൻ്റെ പുള്ളിങ്ങും ചെറുതായിട്ട് കുറഞ്ഞായിരുന്നു, ബ്രെത്ത്ലെസ്നെസ് ചെറുതായിട്ട് ഫീൽ ചെയ്തു. 1 hour later. അങ്ങനെ ഫുൻസ് കഫേന്ന് നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. കൊള്ളാം, നല്ല ഫുഡായിരുന്നു. ഉച്ചയ്ക്കുള്ള ഫുഡാണ് കഴിച്ചത്. കഫേയാണ്, സാൻഡ്വിച്ച് അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളത്. ഇവിടുത്തെ ഹോട്ട് ചോക്ലേറ്റ് കൊള്ളായിരുന്നു. ഹോട്ട് ചോക്ലേറ്റും ക്ലബ് സാൻഡ്വിച്ചുമാണ് ഞാൻ കഴിച്ചത്. 390 രൂപയായി. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല എന്താ, കൂടുതലും ബൈക്കേഴ്സും അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് വരുന്നത് ഇവിടെ. മുകളിൽ തന്നെ ഹോസ്റ്റലൊക്കെ ഉണ്ട്, ഇവരുടെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് പോകാനുള്ളത് വാർ മെമ്മോറിയലിലേക്കാണ്. ഈ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ട് നാളെ പാസ് വാങ്ങാനായിട്ട്. ഇവിടുന്ന് 7 മിനിറ്റേ ഉള്ളൂ, 1.5 കിലോമീറ്റർ. തണുത്ത് തുടങ്ങി, അതുകൊണ്ട് ഈ ഫ്ലീസും കൂടെ ഇട്ട് വേണം ഓടിക്കാനായിട്ട്. ഇനി ടെമ്പറേച്ചർ ഇപ്പോൾ 13 ഡിഗ്രിയാണ് കാണിക്കുന്നത്, അപ്പം ഒരു 8-9 ഒക്കെ ആയിരിക്കും. നമ്മൾ കഴിച്ച ഹോട്ടലിൽ നിന്നൊരു 1.5 കിലോമീറ്റർ ദൂരെ, 1.5 കിലോമീറ്റർ 1.8 എങ്ങാണ്ടായിരുന്നു, അടുത്ത് തന്നെയാണ് തവാങ് വാർ മെമ്മോറിയൽ. ഇനി ഇവിടെ എവിടെയാണോ ആവോ പാസ് എടുക്കേണ്ടത്. ഇവിടെ കുറേ ബൈക്കുകളൊക്കെ നിൽക്കുന്നു. ഇത് കഫേ ആണോ? അവിടെയാണ് പാർക്കിംഗ്. ഇതേ ആകെ നമ്മൾ കണ്ട ബൈക്കുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നിടത്ത് തന്നെയാണ് ഇടണ്ടേ. A few moments later. ഗൈസ്, ഫൈനലി അങ്ങനെ നമ്മുടെ പാസിനുള്ള ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തു. ഒന്നുമില്ല, അവിടെ ഒരു സാർ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ്റെ എൻട്രൻസിൽ തന്നെ, വാർ മെമ്മോറിയലിൻ്റെ എൻട്രൻസിൽ തന്നെ പുള്ളിക്കാരൻ നിൽപ്പുണ്ട്. പുള്ളിക്കാരൻ്റെ കൊടുക്കുക. പുള്ളിക്കാരൻ്റെ അതിൻ്റെ പുറത്തൊരു ടോക്കൺ നമ്പർ എഴുതും. ആ ടോക്കൺ നമ്പർ നമ്മൾ ഫോണിൽ ഫോട്ടോ എടുക്കാം. നമ്മുടെ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് നാളെ വെളുപ്പിന് 6:30 വന്നാൽ മതി. ടോക്കൺ നമ്പർ 1 തന്നെ നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ടോക്കൺ നമ്പർ 1 ആണെന്ന് പറഞ്ഞ് ഈ ഫോട്ടോയും കാണിച്ചു കഴിഞ്ഞാൽ പാസ് കിട്ടുമെന്നാണ് പറഞ്ഞത്. നാളെ പാസ് ഹോപ്പ്ഫുള്ളി നമുക്ക് കിട്ടും. പക്ഷെ അതല്ല കേട്ടോ, ഈ വാർ മെമ്മോറിയൽ എന്ന് പറയുന്ന സ്ഥലത്തിനെ പറ്റി ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അവിടെ എഴുതി വെച്ചേക്കുന്നത് കണ്ടിട്ടേ
ഏകദേശം 2400 സോൾജേഴ്സിൻ്റെ സ്മാരകമായിട്ടാണ് ഇത് പണിഞ്ഞു വെച്ചേക്കുന്നത്. 2400 സോൾജേഴ്സ്, ബ്രേവ് സോൾജേഴ്സ്. ഒന്നാലോചിക്കുമ്പം ഈ കണ്ട മലകളെല്ലാം ഓടിച്ചു വന്നപ്പോൾ ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ജീവൻ കളഞ്ഞതാണ് ഇത്ര എക്സ്ട്രീം ക്ലൈമറ്റ് കണ്ടീഷൻസിൽ. ആരായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ല റെസ്പെക്റ്റ് കൊടുത്തു പോകും. കാരണം എനിക്ക് തന്നെ ഇതായി 10,000 ഫീറ്റ് വന്നിട്ട് നല്ല കിതപ്പാണ്. അവരാ ബുംലയിലും അവിടെയൊക്കെ പോയിട്ടാണ് സീനോ ഇന്ത്യൻ വാർ എന്നാണ് അതിനെ വിളിക്കുന്നത്. ചൈനയായിട്ടുള്ള വാറാണ്. അത് ജയിച്ച് അവരുടെ ജീവൻ കൊടുത്താണ് ഈ കണ്ട ലാൻഡൊക്കെ നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത്. ഗ്രേറ്റ് റെസ്പെക്റ്റ് മാൻ, ഗ്രേറ്റ് റെസ്പെക്റ്റ്. ബാക്കി ഇനി നാളെ വെളുപ്പിന് 6:30 പോയി നോക്കാം. ഇനി ഇവിടുന്ന് നമുക്ക് തവാങ് മൊണാസ്ട്രി പറ്റുമെങ്കിൽ പോയി കാണാം. അടച്ചോന്നറിയില്ല, ഗൂഗിൾ അനുസരിച്ച് 7 മണി വരെ ഉണ്ട്. പോയി നോക്കാം. മറ്റേ കറക്കുന്ന സാധനം, ഇത് നമ്മൾ കൈ കൊണ്ട് കറക്കി കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമെന്ന് കണ്ടല്ലേ. തിരിച്ചു വരുമ്പോൾ കറക്കാം. വലിയ കറക്കുന്ന സാധനം, വലിയ വലിയ ആഗ്രഹങ്ങൾ നടക്കാനായിരിക്കും. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. അകത്ത് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും പ്രൊഹിബിറ്റഡ് ആണ്. പിന്നെ ഇവിടെ ഫ്രീ ആയിട്ട് ചായയും ചൂടുവെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഭംഗിയുള്ളതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തവാങ് ടൗൺ ഫുള്ള് കാണാൻ പറ്റും. ഒരു വ്യൂ പോയിൻ്റ് പോലെയാണ്. രാത്രി നല്ല ഭംഗിയായിരിക്കും ലൈറ്റൊക്കെ വെച്ച്. അങ്ങനെ നമ്മൾ മൊണാസ്ട്രിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. കുറേ ആർമി ഓഫീസേഴ്സിനെ കണ്ടു കേട്ടോ. തമിഴ്നാട്ടിലെ മലയാളികളുണ്ടോയെന്നറിയില്ല, കാണാൻ പറ്റില്ല. ഞാൻ ഈ ആസാം രജിസ്ട്രേഷൻ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. എൻ്റെ മുമ്പിൽ പോകുന്ന പുള്ളി കൗശിക്, അവൻ തമിഴ്നാട്ടിൽ നിന്നാണ്. യൂണിക്കോൺ തമിഴ്നാട് രജിസ്ട്രേഷൻ കണ്ടോ. അവൻ നാഗാലാൻഡിലാണ് വർക്ക് ചെയ്യുന്നത് പ്രൊഫസറായിട്ട്. അവിടെ നിന്ന് റൈഡ് ചെയ്ത് ഇങ്ങോട്ട് വന്നതാണ്. തണുപ്പൊന്നും ഒരു പ്രശ്നമില്ലാന്ന് തോന്നുന്നു. ഹെൽമെറ്റൊന്നും ഇട്ടിട്ടില്ല മച്ചാൻ. നാഗാലാൻഡിൽ ഇതേ ക്ലൈമറ്റ് ആയിരിക്കും. അവൻ ബുംല പാസ് എടുക്കാൻ വേണ്ടി വന്നിട്ട് കിട്ടിയില്ല. 5 മണിക്ക് DC ഓഫീസിൽ പോകാൻ പറഞ്ഞു. നേരെ വാർ മെമ്മോറിയലാണ് പോയാൽ DC ഓഫീസിൽ പോകാണ്ട്. അതുകൊണ്ട് കിട്ടിയില്ല. അപ്പോൾ ഇനി DC പോവാം. അങ്ങനെ ഞങ്ങൾ നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്തു. നാളെ ബുംല പാസിൽ പോകാൻ അവരെ പാസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോകും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും സോളോ. നല്ല പയ്യനാട്ടോ കൗശിക്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവനിവിടെ തമിഴ്നാട്ടിലെ കുറച്ച് സോൾജേഴ്സിനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി, മതിയായി. കുറേ നേരം സംസാരിച്ചു അവർ. മലയാളികൾ നമുക്ക് എന്തായാലും ഉണ്ടാവും ഇവിടെ, എന്തായാലും മലയാളികളുണ്ടാവും. പക്ഷേ വണ്ടി ആസാം രജിസ്ട്രേഷൻ ആയതുകൊണ്ട് എന്നെ തിരിച്ചറിയാൻ പറ്റില്ല. അവൻ തമിഴ്നാടായതുകൊണ്ട് അവനെ തിരിച്ചറിയാൻ പറ്റി. തവാങ് മൊണാസ്ട്രി നിങ്ങൾ വിസിറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് അതുപോലത്തെ ഈ റെലിക്സ്, ഏൻഷ്യൻറ്റ് സാധനങ്ങൾ ഒരുപാട് എന്താ പറയുക ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ. 400 വർഷം പഴക്കമുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ. പിന്നെ ആ ഒരു വേർഷിപ്പിംഗ് ടെമ്പിളും അതൊക്കെ കാണാൻ നല്ല താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ. ഐ ഹാവ് സീൻ ബെറ്റർ. ഞാൻ കൂർഗിൽ ഇതിനെക്കാട്ടിയും ഭംഗിയുള്ളത് കണ്ടിട്ടുണ്ട്. ഭംഗി മീൻസ് ഇൻ ദ സെൻസ് അത് കുറച്ചുകൂടെ വലുതാണ്. അതർവൈസ് ഇറ്റ് ഈസ് മോർ ഓർ ലെസ് ദ സെയിം. പിന്നെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഇവിടെ പ്രൊഹിബിറ്റഡ് ആണ്. അവിടെ പ്രൊഹിബിറ്റഡ് അല്ല. അവിടെ യു ക്യാൻ ടേക്ക് ഫോട്ടോസ് ആൻഡ് വീഡിയോസ്, നോ പ്രോബ്ലം. മച്ചാൻ പുറകെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിനി നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഹോട്ടലിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് ഹോട്ടലിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്നുള്ള രീതിയിലാണ്. മച്ചാൻ ഹോട്ടൽ റൂം പോലും ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ല. ഇന്ന് പുലർച്ചെ എങ്ങാണ്ട് എത്തിയതേ ഉള്ളൂ. ഇവിടെ മൊത്തം കറങ്ങി നടക്കുകയായിരുന്നു തവാങ്ങിൽ തന്നെ. അവനും സെലാ പാസ് വഴിയാണ് വന്നത്. അനിലി ബോർഡറോ അങ്ങോട്ടൊക്കെ പോകാനാണ് മച്ചാൻ പ്ലാൻ ഇടുന്നത്. ഇത് കഴിഞ്ഞിട്ട്, ബുംല കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ പ്ലാൻ ഇനി വീട്ടിൽ ഹോട്ടലിൽ പോവുക, ഫുഡ് കഴിക്കുക, കിടക്കുക എന്നുള്ളതാണ്. നാളെ ഇതിലും നല്ല സീനറീസുമായിട്ട്, ഇന്ന് കാര്യമായിട്ടൊന്നും കണ്ടില്ല അപ്പാർട്ട് ഫ്രം ദാറ്റ് ചക്സം ബ്രിഡ്ജ്. അത് നല്ല സീനായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഇനിയും ഇടാൻ നിങ്ങൾ സഹായിച്ചാലേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഹെൽപ്പ് ചെയ്യുക. പ്ലീസ് സപ്പോർട്ട് ദി ചാനൽ. സോ സീ യു ടുമോറോ. ടേക്ക് കെയർ. ബൈ.